ഹലോ. ഇന്ന് നമ്മൾ പഠിക്കാൻ പോണത് എങ്ങനെയാണ് ഒരു 2 ഡിജിറ്റ് നമ്പറിൻ്റെ സ്ക്വയർ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് നോക്കിയാലോ. നമുക്കൊരു 26 എടുക്കാം. 26 സ്ക്വയർ അല്ലേ, 26 സ്ക്വയർ. അപ്പോൾ ഇത് ആദ്യത്തെ ഡിജിറ്റ് നമ്മൾ എടുക്കുക. 2ൻ്റെ സ്ക്വയർ എന്താ? 4. 6 പിന്നെ എടുക്കുന്നു. 6ൻ്റെ സ്ക്വയർ എന്താ? 36. ഇനി നമ്മൾ ഈ 2 ഡിജിറ്റിൻ്റെ സ്ക്വയറിനെയല്ല നമ്മൾ കണ്ടുപിടിക്കാൻ പോകണം. അപ്പോൾ ഈ 4നെ നമ്മൾ 2 ഡിജിറ്റായിട്ട് റെപ്രസെൻറ്റ് ചെയ്ത് 04 എന്ന് എഴുതാം. 4നെ നമ്മൾ 2 ഡിജിറ്റായിട്ട് റെപ്രസെൻറ്റ് ചെയ്തിട്ട് 4 എന്ന് എഴുതും. ഇതുവരെ ഓക്കെ അല്ലേ? ഇനി ഇതെന്താണ്? 262. ഈ നമ്പർ നമ്മൾ വെറുതെ ഒന്ന് മൾട്ടിപ്ലൈ ചെയ്യാം. 26 സ്ക്വയറിനെ 2 ഇൻറ്റു 6 ഇൻറ്റു 2 എന്ന് പറഞ്ഞ് മൾട്ടിപ്ലൈ ചെയ്ത് നമുക്ക് എന്താ കിട്ടുക? 2 ഇൻറ്റു 6 2, 12, 12 ഇൻറ്റു 2 4, 24 എന്ന് കിട്ടും അല്ലേ? 26 സ്ക്വയറാണ് തന്നിരിക്കുന്നത്. അപ്പോൾ 2 ഇൻറ്റു 6 ഇൻറ്റു 2 24 ഇത് കിട്ടി. ഇനി നമ്മൾ ചെയ്യാൻ പോണത് ഈ 4 ഇല്ലേ, ആ 4 നമ്മൾ 04 എന്ന് പറഞ്ഞ് എഴുതി. 36നെ 36 എന്ന് പറഞ്ഞിട്ട് എഴുതി. പ്ലസ് ഈ 24നെ നമ്മൾ ഈ മിഡിലിൽ കൊണ്ടുവന്ന് എഴുതുന്നു. അതായത് ഈ 0 ഫസ്റ്റ് ഡിജിറ്റിൻ്റെയും ലാസ്റ്റ് ഡിജിറ്റിൻ്റെയും അത് ഒഴിച്ച്, ഈ സ്പേസ് ഒഴിച്ച് നമ്മൾ എന്ത് ചെയ്യണു? ബാക്കി താഴെ മാത്രം 24 എന്ന് പറഞ്ഞ് എഴുതുന്നു. എന്നിട്ട് അതിനെ ആഡ് ചെയ്താൽ മതി. എന്ത് വരും അപ്പോൾ? 6, 4 + 3 7, 4 + 2 6. അപ്പോൾ 676 എന്ന് ഉത്തരം കിട്ടും. അതായത് 26 സ്ക്വയർ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കുക? ആദ്യം നമ്മൾ 2 സ്ക്വയർ 4 എഴുതും. 6ൻ്റെ സ്ക്വയർ 36 എഴുതും. എന്നിട്ട് ഇത് 2 ഡിജിറ്റിൻ്റെ സ്ക്വയറാണ് നമ്മൾ കണ്ടുപിടിക്കണതുകൊണ്ട് 4 ഒരു ഡിജിറ്റാണ്, സിംഗിൾ ഡിജിറ്റാണ്. അതിന് നമ്മൾ 2 ഡിജിറ്റായിട്ട് റെപ്രസെൻറ്റ് ചെയ്യും. 04 എന്ന് റെപ്രസെൻറ്റ് ചെയ്യും. അതുവരെ ഓക്കെയാണ്. ഇനി 26 സ്ക്വയർ നമ്മൾ സെപ്പറേറ്റ് നമ്പറായിട്ട് എടുത്ത്, സിംഗിൾ നമ്പറായിട്ട് എടുത്ത് അതിനെന്ത് ചെയ്യും? 2 ഇൻറ്റു 6 ഇൻറ്റു 2 24 എഴുതും. ഇനി ഈ 04 36 അതുപോലെ എഴുതുന്നു. പ്ലസ് ഈ 24 നമ്മൾ മിഡിലിൽ 0ൻ്റെ താഴെയും 6ൻ്റെ താഴെയും എഴുതാതെ മിഡിലിൽ കൊണ്ടുവന്ന് എഴുതിയിട്ട് ആഡ് ചെയ്യണം. അപ്പോൾ നമുക്ക് 26 സ്ക്വയർ 676 കിട്ടും. ഇനി ഇതുപോലെ വേറൊരു നമ്പർ നമുക്ക് ചെയ്യാം. എന്ത് ചെയ്യാം? 53 സ്ക്വയർ ചെയ്യാം. അപ്പോൾ എന്ത് വരും? 5 സ്ക്വയർ 25 അല്ലേ? 3 സ്ക്വയർ 9 വരും. അപ്പോൾ ആ 9 നമ്മൾ 2 ഡിജിറ്റ് ആക്കണം. അപ്പോൾ 09. ഇനി എന്ത് ചെയ്യും? 5 ഇൻറ്റു 3 ഇൻറ്റു 2 അതെന്ത് കിട്ടും? നമുക്ക് 30 കിട്ടും. 5 ഇൻറ്റു 3 15, 15 ഇൻറ്റു 2 30. ഇനി നമ്മൾ എന്ത് ചെയ്യും? 25 9 പ്ലസ് 30 എവിടെ എഴുതും? മിഡിലായിട്ട് എഴുതണം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 9082 2809 എന്ന് കിട്ടും. ഇനി ഇതുപോലെ വേറൊരു നമ്പർ നമുക്ക് നോക്കാം. ഏത് നമ്പർ നോക്കാം? 63 നോക്കാം. 63 സ്ക്വയർ. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? 6 സ്ക്വയർ 36. 3 സ്ക്വയർ 9 ആണ്. 2 ഡിജിറ്റായിട്ട് നമ്മൾ 09 എഴുതും. ഇനി എന്ത് ചെയ്യാം? ഇനി എന്താ ചെയ്യേണ്ടത്? 6ഉം 3ഉം 2ഉം നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യും. 6 ഇൻറ്റു 3 18, 18 ഇൻറ്റു 2 36. ഇനി നമുക്ക് എന്ത് ചെയ്താൽ മതി? വെറുതെ ആഡ് ചെയ്താൽ മതി. 36 9 എന്ന് എഴുതുന്നു, പിന്നെ 36 താഴെ എഴുതുന്നു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 9693 3969. ഇനി നമുക്ക് 12 സ്ക്വയർ 144 ആണെന്ന് അറിയാമല്ലോ. അത് നമുക്ക് ചെയ്ത് നോക്കാം കേട്ടോ. 12 സ്ക്വയർ 1 സ്ക്വയർ 1 ആണ്. 2 സ്ക്വയർ 4 ആണ്. ഇനി നമ്മൾ എന്ത് ചെയ്യും? 1ഉം 2ഉം 2ഉം ഈ 1ഉം 2ഉം 2 മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്നത് 4 ആണ്. അപ്പോൾ 1നെ നമ്മൾ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യുക? 01.
4 നമ്മളെങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യുക 04 പ്ലസ് 4 നമ്മളെങ്ങനെ എഴുതും 04 2 ഡിജിറ്റ് ആയിട്ട് എഴുതും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും 441 144 എന്ന് കിട്ടും. ഇനി എന്തായാലും നമുക്ക് ഒരു നമ്പർ കൂടി ചെയ്യാം. ഏത് നമ്പർ ചെയ്യാം 42 ചെയ്യാം 42 സ്ക്വയർ. അപ്പോൾ നമുക്ക് എങ്ങനെ കിട്ടും 4 സ്ക്വയർ 60 2 സ്ക്വയർ 4. ഇനി നമ്മൾ എന്താ ചെയ്യുക 4 ഇൻറ്റു 2 ഇൻറ്റു 2 4 ഇൻറ്റു 2 ഇൻറ്റു 2 എന്ന് പറയുന്നത് എന്താ 4 ഇൻറ്റു 2 8 8 ഇൻറ്റു 2 60. ഇനി നമ്മളിതെങ്ങനെ എഴുതണം 16 4 ആദ്യം എഴുതണം 16 4 പ്ലസ് എന്ത് വരും 60. അപ്പോൾ 4 6 7 1764 എന്ന് വരും. അപ്പോൾ എന്ത് വരും 42 സ്ക്വയർ 176. അപ്പോൾ എന്ത് ചെയ്യണം നമ്മൾ ഒരു 2 ഡിജിറ്റ് നമ്പറിൻ്റെ സ്ക്വയർ എങ്ങനെയാണ് കണ്ടുപിടിക്കുക വെച്ചാൽ ആദ്യം ഫസ്റ്റ് ഡിജിറ്റിൻ്റെ സ്ക്വയർ എഴുതാം, സെക്കൻഡ് ഡിജിറ്റിൻ്റെ സ്ക്വയർ എഴുതാം. അത് 2 ഡിജിറ്റ് കിട്ടിയില്ലെങ്കിൽ അതുപോലെ വയ്ക്കുക. സിംഗിൾ ഡിജിറ്റ് ആണെങ്കിൽ നമ്മളൊരു 0 കൂടി എഴുതും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും ആ 2 ഡിജിറ്റ് ഇൻറ്റു 2 ചെയ്ത് കിട്ടിയ നമ്പർ കൂടി ഈ 2 നമ്പർ കൂടി ആഡ് ചെയ്ത് എഴുതുന്നേ ഉള്ളൂ. ആഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ മിഡിലിൽ വന്നിട്ടാണ് എഴുതുക, മറ്റ് 2 സൈഡും ബ്ലാങ്കായി വിടുകയും വേണം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻസിൽ ചോദിച്ചാൽ മതി. ബൈ.